അറിവിന്റെ വെളിച്ചമേകുന്ന പുസ്തകങ്ങൾ കണിയായൊരുക്കി വണ്ണാർവയലിലെ പി കൃഷ്ണൻ നായർ സ്മാരക ഗ്രന്ഥാലയം. മലയാള ഭാഷയിൽ രചിക്കപ്പെട്ട വിവിധ മേഖലയിലെ പുസ്തകങ്ങളാണ് വിഷുക്കണിയിൽ ഇടം നേടിയത്. അറിവിന്റെ വെളിച്ചമേകുന്ന പുസ്തകങ്ങൾ കണിയായൊരുക്കി വണ്ണാർവയലിലെ പി കൃഷ്ണൻ നായർ സ്മാരക ഗ്രന്ഥാലയം. മലയാള ഭാഷയിൽ രചിക്കപ്പെട്ട വിവിധ മേഖലയിലെ പുസ്തകങ്ങളാണ് വിഷുക്കണിയിൽ ഇടം നേടിയത്. മത്ഗ്രന്ഥങ്ങളും മതഗ്രന്ഥങ്ങളും വൈജ്ഞാനിക ഗ്രന്ഥങ്ങളും പുസ്തകക്കണിയിൽ ഒരുക്കി. മഹാകവി കുമാരനാശാന്റെയും വള്ളത്തോളിന്റെയും ഉള്ളൂരിന്റെ കൃതികൾ വിഷുക്കണിയായി കണ്ട കുട്ടികൾക്ക് കഥനീട്ടമായി നൽകി. മഹാകവി പി കുഞ്ഞിരാമൻ നായരുടെ മകൻ വി രവീന്ദ്രൻ നായരാണ് കുട്ടികൾക്ക് ഒ വി വിജയന്റെ കടൽ തീരത്ത് എന്ന കഥ കൈനീട്ടമായി നൽകിയത്. പഞ്ചായത്ത് ഓഫീസിന്റെ നേരെ മുമ്പിലാണ് ആ വീട്. അത് കന്യാധീനപ്പെട്ടുപോയി. അന്ന് കാലത്ത് കേളുനായരുടെ മകനുണ്ടായിരുന്നു, എ ദാമോദരൻ നായർ എന്ന് പറയും. ഗ്രാമീൺ ടൈംസ് ചെയർമാനൊക്കെ ആയിരുന്നു. അദ്ദേഹവും കൃഷ്ണൻ നായരും ക്ലാസ്മേറ്റ്സ് ആയിരുന്നല്ലോ. വളരെ ചെറുപ്പം തൊട്ടേയാണ്. കൃഷ്ണൻ നായർ അവധിക്കാലം കഴിച്ചു കൂട്ടിയ വെള്ളിക്കൊത്താണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞങ്ങളുടെ കുട്ടികളൊക്കെ അവർ പറയുന്ന വർത്താനം കേൾക്കാൻ വേണ്ടി പോയിരിക്കും. പല പല വിചിത്രമായ പല കാര്യങ്ങളും അനുഭവങ്ങളും. ഗ്രന്ഥാലയത്തിലെ വായനാ വെളിച്ചം പരിപാടിയുടെ ഭാഗമായാണ് പുസ്തകക്കണി ഒരുക്കിയത്. കവിയച്ചന്റെ ഓർമ്മകളിലൂടെ സഞ്ചരിച്ച രവീന്ദ്രൻ നായർ പിയുടെ വിഷുപക്ഷിയുടെ പാട്ട് എന്ന കവിതയും ചൊല്ലി. ചടങ്ങിൽ വായനാ വെളിച്ചം കൺവീനർ ദിവ്യ പ്രമോദ് അധ്യക്ഷയായി. ഡോക്ടർ സി ബാലൻ, പി പത്മനാഭൻ, അനിൽ പുളിക്കാൽ, മാടിക്കാൽ നാരായണൻ, പി വി ശ്യാമള, കവയത്രി അനുശ്രീ, കരുൺ രവീന്ദ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.